എന്താ ഇത്? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. എന്താ ഗോപി? സമ്മാനത്തരം കാണിക്കുന്നതിന് അതിലുണ്ട്. പരിചയമുള്ള ആൾക്കാരാണ് ചതിക്കുന്നത്. ഗോപി ആരോടാ ദേഷ്യപ്പെട്ടിരിക്കുന്നത്? സമാധാനമായിട്ട് കാര്യം പറയൂ. ആ മരപ്പാലത്തിനടുത്തുള്ള ഗോഡൌൺ സാറിന്റെതല്ലേ? അതെ. ഞങ്ങളുടെ ഒരു ലോഡ് സിമന്റ് നിങ്ങളുടെ ഗോഡൌണിൽ ഇറക്കിയിട്ട് പകരം ഡ്യൂപ്ലിക്കേറ്റ് സിമന്റ് കയറ്റി. ആര്? നിങ്ങളുടെ ജോണി. അവനോ? എടാ, നീ എന്താ ചെയ്തത്? ഇവരുടെ സിമന്റ് നമ്മുടെ ഗോഡൌണിൽ ഇറക്കിയിട്ട് പകരം ഡ്യൂപ്ലിക്കേറ്റ് സിമന്റ് കയറ്റി. അതെ സാർ, ഇവരുടേതാണ്, ഞാൻ അറിഞ്ഞില്ല. ആരുടെയാണെങ്കിലും ചെയ്യാൻ കൊള്ളാമോ? നീ എന്റെ കൂടെ വന്നിട്ട് ഇത് ചെയ്യുന്നത് ശരിയാണോ? എനിക്കറിയാം ചീത്ത പേര്. അറിയാതെ സംഭവിച്ചു പോയതാണ് സാർ, ഇനി ഇത് ആവർത്തിക്കത്തില്ല. ഗോപി, ഒരു തെറ്റുപറ്റി, എന്നോട് ക്ഷമിക്കണം. ഞങ്ങളോട് വേണ്ടായിരുന്നു. മോഡൽ എങ്ങനെയുണ്ട്? മനോഹരമായിരിക്കുന്നു. പണി കഴിയുമ്പോ ഡിറ്റോ ഇതുപോലെ ഇരിക്കും പാലം. കടത്ത് കടന്നു വേണം നാട്ടുകാർക്ക് അക്കരെ പോകാൻ. കഴിഞ്ഞ വെള്ളപ്പൊക്കത്തിലും വള്ളം മുങ്ങി കുട്ടികൾ മരിച്ചു. മിസ്റ്റർ മാധവൻ, എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സ്വപ്നമാണ് ഈ പാലം. ഹലോ ഹലോ, ഇതിനൊരു മറുപടി വെച്ചിരിക്കും. ചേട്ടൻ വീട്ടിലേക്കാണ് പോകുന്നതെങ്കിൽ കാരണം ഞാൻ ഇവിടെ വരാം. എനിക്ക് മിസ്റ്റർ മാധവനും കൂടെ ഒരു സ്ഥലം വരെ പോകാനുണ്ട്. നീ വയ്ക്കോ. ഇതിൽ 1000 രൂപയുണ്ട്. ബാലൻ ചിട്ടീകരണ വകയിൽ കിട്ടാനുള്ളതാ. ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാ. നീ വിശ്വസിക്കണ്ട. എന്നെങ്കിലും ഒരു ദിവസം നിനക്ക് കാണാൻ കഴിയും. അന്ന് നീ വിശ്വസിക്കും. ഗോപി, നിനക്കെന്താ സുഖമില്ലേ? ഒന്നുമില്ല. നീ എഴുതിയെ കണ്ടോ? ഇല്ല. ആ പാലത്തിന്റെ പണി വേഗം തീർക്കണം. ഞാൻ നിന്നോടാ പറഞ്ഞത്. നാളെ രാവിലെ തന്നെ എഴുതിയെ കണ്ട് ആ ബില്ല് പാസ്സാക്കിക്കണം. ഇവൻ എന്തു പറ്റി? അതാ ഞാനും ആലോചിക്കുന്നത്. സാർ, ആ ബില്ലിന്റെ കാര്യം. മരപ്പണി മുഴുവനും തേക്കിൽ ചെയ്യണമെന്നല്ലേ ടെൻഡറിൽ പറഞ്ഞിരുന്നത്? അതെ, ഇത് തേക്കാണ് സാർ. പക്ഷേ തടി നന്നല്ല. ഇന്ന് മാർക്കറ്റിൽ കിട്ടുന്നതിൽ ഏറ്റവും നല്ല തടിയാണ് സാർ ഞങ്ങൾ ഉപയോഗിച്ചിരിക്കുന്നത് എന്ന് നിങ്ങൾ പറയുന്നു. പിന്നെ ആരാ പറയേണ്ടത്? എനിക്ക് കൂടെ ബോധ്യമാവണ്ടേ? കണ്ടിട്ട് സാറിന് ബോധ്യമായില്ലെങ്കിൽ ഇനി ബോധ്യപ്പെടുത്താൻ ഞങ്ങൾ എന്ത് ചെയ്യണം? എങ്കിൽ ഈ കെട്ടിടത്തിന്റെ മുഴുവൻ വാതിലും ജനലും പൊളിച്ചെടുത്ത് വേറെ പണിത് വെക്കണം. സാർ, ഇത് നടക്കുന്ന കാര്യമാണോ? നടക്കും, നടത്തണം. എങ്കിലേ ബില്ല് പാസ്സാക്കി തരും. സാർ, ക്ഷമിക്കുവർ അതിനുണ്ട്. ലക്ഷക്കണക്കിന് രൂപ ഞങ്ങൾ കയ്യിൽ നിന്ന് മുടക്കിയിട്ടാണ് ബില്ല് പാസ്സാക്കി തരാൻ പറയുന്നത്. നിങ്ങൾ പണം മുടക്കിയത് സമ്പാദിക്കാനല്ലേ, ഞങ്ങളെ സഹായിക്കാനല്ലോ.
അങ്ങനെ സാറിനോട് പെരുമാറിയോ? ഐ എം സോറി. ഞാൻ അവനോട് ചോദിക്കാം. ഗോപി, ഇൻസ്പെക്ഷൻ വന്നപ്പോൾ നീ എന്താ പറഞ്ഞത്? എടാ, അയാൾ പുതിയ ഓഫീസറാണ്, അയാൾക്ക് നമ്മെ പറ്റി അറിയാൻ പാടില്ല. നീ നാളെ തന്നെ ഓഫീസിൽ പോയി അയാളെ കാണണം. ആ ബില്ല് പാസ്സാക്കി തരാൻ പറയണം. അത് ഞാൻ രാവിലെ പറഞ്ഞു. ആ, നിന്റെ പറച്ചിലിന്റെ കൂടുതലുണ്ടാണല്ലോ അയാൾ ബില്ല് പാസ്സാക്കി തരാത്തത്. എടാ, മനുഷ്യരോട് പെരുമാറാൻ പഠിക്കണം. വിനയം വേണം, മര്യാദ വേണം. 3.5 ലക്ഷം രൂപയുടെ ബില്ലാണ് അയാൾ തടഞ്ഞു വെച്ചിരിക്കുന്നത്. അത് കിട്ടിയിട്ട് ഇവിടെ എന്തൊക്കെ ആവശ്യങ്ങളുണ്ടെന്ന് നിനക്കറിയില്ലേ? പറയാവുന്ന ഭാഷയിലൊക്കെ ഞാൻ അയാളോട് പറഞ്ഞു ബില്ല് പാസ്സാക്കി തരണമെന്ന്. ഇനി ഞാൻ എന്ത് ചെയ്യണം? പോയി അയാളുടെ കാല് പിടിക്കണോ? വേണം. നീ പോയി അയാളോട് ക്ഷമ ചോദിക്കണം. എടാ, അയാളോട് എക്സ്ക്യൂസ് ചോദിച്ചുകൊണ്ട് ഒരു നഷ്ടവും വരാനില്ല. ഒരു എഞ്ചിനീയർ അല്ലേ, എന്നെ പോലെ കരുതിയാൽ മതി. ചേട്ടാ, ഞാൻ അയാളോട് തെറ്റായിട്ട് വല്ലതും പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാപ്പ് ചോദിക്കാം. പക്ഷെ ഞാൻ അങ്ങനൊന്നും പറഞ്ഞിട്ടില്ല. അയാളുടെ ഉദ്യോഗത്തിന്റെ പവർ കാണിക്കുകയാണ്. എല്ലാവരും അയാളുടെ കാൽ ചെന്ന് വീഴണം. എനിക്കതിന് കഴിയില്ല. എന്ന് വെച്ചാൽ ഇത്രയും രൂപ നഷ്ടപ്പെടുത്തണമെന്നാണോ? മേലിൽ നമുക്ക് ബിസിനസ് നടത്തണ്ടേ? ചേട്ടൻ എന്ത് പറഞ്ഞാലും ശരി, ഞാൻ അയാളോട് ക്ഷമ ചോദിക്കുന്ന പ്രശ്നമേ ഇല്ല. എന്തുമാത്രം കഷ്ടപ്പെട്ടാണ് ഞാൻ ഈ സ്ഥാപനം ഈ നിലയിൽ എത്തിച്ചെന്ന് എനിക്കറിയാമോ? എല്ലാം തല്ലിപ്പൊളിച്ച് കളഞ്ഞിട്ട് ഒരു ദിവസം ഇവിടുന്ന് ഇറങ്ങി പോകണമല്ലേ? എന്റെ ജീവൻ കൊടുത്ത് വളർത്തിയാണ് ഈ സ്ഥാപനം. നീ എന്നെ സഹായിക്കണം. നിനക്കെന്താ? ഞാൻ നശിച്ചാൽ നശിച്ചു, അത്ര തന്നെ. വേണ്ട, ഞാൻ കാരണം ചേട്ടൻ നശിക്കണമെന്നില്ല. ഇതാ, ഇനി ചേട്ടന്റെ ബിസിനസ്സുമായിട്ട് എന്നെ ബന്ധപ്പെടുത്തരുത്. എനിക്ക് ജീവിക്കാൻ മറ്റെന്തെങ്കിലും ഒരു മാർഗം ഉണ്ടാവും. നീ നിന്റെ ചേട്ടനോട് പിണങ്ങി പോകുന്നത് നന്നായില്ല. അത് പിന്നെ അങ്ങനെയാണ്. ഭാര്യയും കുട്ടികളും ആയാൽ പിന്നെ എല്ലാവരും സ്വന്തം കാര്യം നോക്കും. അങ്ങനെ ചിന്തിക്കും. അതിലാരെയും കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. എന്റെ ചേട്ടൻ എന്നോട് ഇങ്ങനെ ആയിരുന്നില്ല. എല്ലാവരും എന്നെങ്കിലും ഒരു ദിവസം ഇങ്ങനെയാവും. ഇത് നേരത്തെ ആയത് നന്നായി എന്ന് കരുതി നീ ആശ്വസിക്കും. ചേട്ടൻ ആളാകെ മാറിപ്പോയി. അതെ അതെ, പ്രഭാകരന് വലിയ മാറ്റമുണ്ട്. പഴയ ആളെയല്ല. ഇന്നലെയും അയാളുടെ വണ്ടി മാലതിയുടെ വീടിന്റെ വാതിൽ കിടക്കുന്നു കണ്ടുവന്നു ജോണി എന്നോട് പറഞ്ഞു. ഞാൻ അവന് വഴക്ക് പറഞ്ഞു. കണ്ടിട്ടല്ലേ പറയുന്നത്? ആ സ്ത്രീയും ചേട്ടനുമായിട്ടുള്ള ബന്ധം സത്യമാണെന്ന് എനിക്കും ബോധ്യമായി. നീ വല്ലതും കണ്ടോ? എന്നാൽ എന്നോട് പറഞ്ഞിരിക്കട്ടെ, നീ മറ്റാരോട് പറയണ്ട. ചേട്ടനല്ലേ, കണ്ടില്ല എന്ന് കണ്ണടച്ച് കളയും. ചേട്ടന്റെ ബിസിനസ് എസ്റ്റാബ്ലിഷ്മെന്റിന് വേണ്ടി ഞാനും എന്നെ കൊണ്ട് കഴിയാവുന്നതൊക്കെ ചെയ്തിട്ടുണ്ട്. ആ പ്രസ്ഥാനം ഇത്രത്തോളം വളർത്താൻ നീ വലിയൊരു പങ്ക് വഹിച്ചിട്ടുണ്ട്. പക്ഷെ അതാരെങ്കിലും പറയൂ? അറിയാവുന്നവർക്കൊക്കെ അറിയാം സാർ. ഇത്രയും കാലം നീ നിന്റെ ചേട്ടന്റെ കൂടെ നിന്നിട്ട് സ്വന്തമായിട്ട് എന്തെങ്കിലും കരുതിയിട്ടുണ്ടോ? ഒന്നുമില്ല. ഇക്കാലത്ത് അച്ഛനും മക്കളും തമ്മിലേ ചേരുന്നില്ല. പിന്നെയല്ലേ ചേട്ടനും അനിയനും? സ്വന്തം കാര്യം നോക്കാത്തവനെല്ലാം മണ്ടനാണ്. ഞാനിനി സ്വന്തം കാര്യം തന്നെ നോക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ചേട്ടന്റെ ബിസിനസ് ഞാനുമായി ഇനി യാതൊരു ബന്ധവുമില്ല. സ്വന്തമായി എന്തെങ്കിലും ചെയ്യണം. നീ മനസ്സ് വിഷമിച്ചിരിക്കല്ലേ? ഒരല്പം കഴിക്കാം. വേണ്ട, കഴിക്കേ. എന്തോ ഒരു കഷ്ടമാണല്ലായിരുന്നു. ഒരു നയാ പൈസയില്ല. മോളെ മോളെ എടിയേ, ഇന്നത്തേക്ക് മാത്രം 2 രൂപ. ഇല്ലെന്നല്ലേ അച്ഛ പറഞ്ഞത്? ഉള്ള കാശിന് ഞാൻ അരിയും മണ്ണെണ്ണയും വാങ്ങി. ഹോ, എന്റെ വിഷമം ഞാൻ ആരോട് പറയാനാണ്? എന്താ സുമാര പതിവില്ലാതെ ഇങ്ങോട്ട്? ഒന്നുമില്ല. അല്ല, ഗോപാലൻ ചേട്ടനെ കണ്ടിട്ട് കുറെ കാലമായല്ലോ, ഒന്ന് റീബിൽഡ് ചെയ്യാന്ന് വിചാരിച്ചു വന്നതാ. എടാ മോറിസ് മൈനറെ, ഞാൻ പട്ടാളത്തില് ബെൻസാ ഓടിച്ചിരുന്നത്, മനസ്സിലായോ? ഉള്ളത് അങ്ങോട്ട് തുറന്നു പറയാമല്ലോ. എനിക്ക് പൊന്നമ്മയെ വിവാഹം കഴിച്ചാൽ കൊള്ളാമെന്നുണ്ട്. എന്നാലേ സുമാര ആ പൂതി അങ്ങ് ഒരു കോട്ട് പെയിന്റ് അടിച്ച് മാറ്റിക്കള. എന്റെ അനന്തവൻ അങ്ങ് വടക്ക് പട്ടാളത്തിലാ. അവനെ കൊണ്ട് ഞാൻ ഇവിടെ കല്യാണം കഴിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അത് ഞാൻ അറിഞ്ഞില്ല. അയാൾ എന്ന് വരും ചേട്ടാ? അവനെ ഞാൻ കണ്ടത് അവന്റെ 6ാമത്തെ വയസ്സിലാണ്. അന്നവൻ വീട് വിട്ടുപോയി.
എവിടെയോ തെണ്ടി തിരിഞ്ഞ് ഒടുവിൽ പട്ടാളത്തിൽ ചേർന്നു. എന്നിട്ടല്ല, ഒരു 20 വർഷം മുമ്പ് അവന്റെ കത്ത് വന്നിരുന്നു. അന്ന് പൊന്നമ്മ കുഞ്ഞ. അന്ന് ഞാൻ തീരുമാനിച്ചതാ അവനെ കൊണ്ട് തന്നെ ഇവിടെ കല്യാണം കഴിപ്പിക്കണമെന്ന്. ഓഹോ, എന്നാ ഞാൻ ഇറങ്ങട്ടെ. യാത്രയില്ല, എനിക്ക് പോയിട്ട് ഒരുപാട് ജോലിയുണ്ട്. വെറുതെ നടക്കുന്ന ആളല്ലേ ഞാൻ. എനിക്ക് ഒരു സ്വല്പം ധൃതിയുണ്ട്. ഞാൻ വരുന്നു. അങ്ങനെ അങ്ങ് പോയാലോ? മോനെ സുകുമാര, വാ ഇരിക്കേ. നിന്റെ എന്ത് ആഗ്രഹവും ഞാൻ സാധിച്ചു തരും. മോളെ പൊന്നമ്മേ. എന്താ അച്ഛാ? ഈ സുകുമാരനെ കല്യാണം കഴിക്കാൻ നിനക്ക് ഇഷ്ടമാണോ? അച്ഛന് ഇഷ്ടമാണെങ്കിൽ. ഇവൻ സാധനം മോശമല്ല. ആനന്ദം, പരമാനന്ദം. നോക്കി അതെന്താ നിനക്ക് അച്ഛൻ്റെ മുഖത്ത് നോക്കി തുറന്നു പറയാം. എനിക്കിഷ്ടമാണ്. ചേട്ടാ ഞാൻ പറയാം. ചേട്ടാ, ഞാൻ തീപ്പെട്ടി ചോദിക്കാൻ വന്നോ? തീപ്പെട്ടി നീ ശാലായം തന്നെയല്ല മാറ്റിട്ട് എന്റെ മോളെ അപ്പഴേ നോക്കി ഞാൻ പോവാട്ടോ. ഞാൻ അവിടെ നോക്കിക്കും. ഇത്രയും നേരം നീ എവിടെയായിരുന്നു? എവിടെയായാലെന്താ? നിനക്ക് എന്ത് സംഭവിച്ചു? അത് ചേട്ടൻ അറിയാവുന്ന കാര്യമാണ്. ശരി ശരി, എല്ലാം രാവിലെ സംസാരിക്കാം. നീ വാ, ഊണ് കഴിക്കാം. ഞങ്ങൾ ഉണ്ണാതെ കാത്തിരിക്കുകയായിരുന്നു. എനിക്ക് ഊണ് വേണ്ട. ഇനി എന്നാരും കാത്തിരിക്കാൻ വേണ്ട. ഗോപി, ഓഫീസിൽ വെച്ച് ചേട്ടൻ എന്തോ പറഞ്ഞു. അതിനാണോ ഇത്? ഞാൻ ആർക്കു വേണ്ടി ഒന്നും ചെയ്തിട്ടില്ലല്ലോ. എല്ലാവരെയും നശിപ്പിച്ചിട്ടല്ലേ ഉള്ളു. ഇനി അതുണ്ടാവില്ല. എനിക്ക് നിന്നെ ഒന്ന് വഴക്ക് പറഞ്ഞുകൂടെ? ശാസിച്ചുകൂടെ? നീ ഇത്ര അകലെയാണെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല. ചേട്ടൻ എന്നിൽ നിന്നും വളരെ അകന്നുപോയി. ഊണ് കഴിച്ചിട്ട് പോവാൻ ഞാനാ പറയുന്നത്. വേണ്ടെന്ന് ഞാനല്ലേ പറഞ്ഞത്. ഇവിടെ എല്ലാ സ്നേഹവും ഊണിലേ ഉള്ളു. നീ കുടിച്ചു അല്ലേ? ആ അതെ, കുടിച്ചു. എന്താ കുടിച്ചുകൊണ്ട് വീട്ടിൽ കയറാൻ നിനക്ക് എങ്ങനെ ധൈര്യം ഉണ്ടായി? ഞാനിപ്പം കുടിച്ചെന്നല്ലേ ഉള്ളു. ചേട്ടൻ കണ്ട പെണ്ണുങ്ങളുടെ വീട്ടിൽ കയറി ഇറങ്ങിയിട്ടല്ലേ ഇങ്ങോട്ട് വരുന്നത്. ചേട്ടത്തിക്ക് അറിയില്ല, പുറത്ത് തലനിവർത്തി ഇറക്കാൻ വയ്യാതായി. ഈ വീട് ഞാനുമായിട്ടുള്ള ബന്ധം ഇന്നോടെ അവസാനിക്കുന്നു. ഇനി എന്നെ ആരും അന്വേഷിക്കണമെന്നില്ല. പ്രഭേട്ട, ഗോപി എന്താ അങ്ങനെ പറഞ്ഞത്? എങ്ങനെ? എനിക്ക് ചേട്ടനോട് ചോദിക്കാൻ കൊള്ളാത്തതാണ്. ഓ അതോ? ഞാൻ മാലതിയുടെ വീട്ടിൽ പോകുന്നതിനെ പറ്റിയും അവരെ സഹായിക്കുന്നതിനെ കുറിച്ചും ആരെങ്കിലും ഗോപിയോട് തെറ്റായിട്ട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടാവും? ആരോ അവനെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചു. അവൻ ഇനിയും ചേട്ടനെ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. ഹലോ, മിസ്റ്റർ പ്രഭാകരനാണോ? അതെ. ആ, ഞാൻ GP ആണ്. എന്താ അവിടെ? വീട്ടിൽ വിശേഷം വല്ലതും ഉണ്ടോ? ഇല്ല. എന്താ? അല്ല, ഗോപി ഒരു ചെറിയ പിണക്കത്തിലാണെന്ന് കേട്ടല്ലോ. ആ, അത് സാരമില്ല. പിള്ളേരല്ലേ, നിങ്ങൾ തമ്മിൽ എന്തോ അഭിപ്രായ വ്യത്യാസം ഉണ്ടെന്നും പറഞ്ഞ് ഇവിടെ വന്നു. എങ്ങോട്ടോ പോവാണെന്നും പറഞ്ഞു. പിന്നെ അത് വേണ്ടെന്നും പറഞ്ഞ് ഞാനിവിടെ പിടിച്ച് നിർത്തിയിട്ടുണ്ട്. ഇങ്ങനെ ചേട്ടനും എന്നെയും തമ്മിൽ പിണങ്ങുന്നത് നമ്മുടെ അന്തസ്സിന് ചേർന്നാണോ? ഞങ്ങൾ തമ്മിൽ അത്ര വലിയ പണക്കൊന്നുമില്ല. അതൊക്കെ നിങ്ങളുടെ കുടുംബകാര്യം. പിന്നെ ഗോപി ഇവിടെ ഉണ്ട്, വന്ന് വിളിച്ചോണ്ട് പോ. ലക്ഷ്മി,
ലക്ഷ്മി, ഗോപി ജിപിയുടെ വീട്ടിലുണ്ട്. നീ പോയി വിളിച്ചോണ്ട് വരൂ. ശരി. അല്ല, ഇതാരും ലക്ഷ്മിയോ? ഇരിക്കെ. ഗോപി ഒന്ന് കാണാൻ വന്നതാ. ഇവിടെ ഉണ്ടല്ലോ. മോളെ ഏത് ക്ലാസ്സിലാ പഠിക്കുന്നത്? സെക്കൻഡ് സ്റ്റാൻഡേർഡിൽ ബി ഡിവിഷൻ. ഗോപി, ദാ എന്റെ ചേട്ടത്തി വന്നിരിക്കുന്നു. കൊച്ചിച്ചൻ എന്താ വീട്ടിൽ വരാത്തെ? കൊച്ചിച്ചന്റെ കാര്യം പറഞ്ഞ് ഡാഡിയും മമ്മിയും ആന്റിയും കരയുന്നത് കണ്ടു. ചേച്ചി എന്തിനാ ഇവിടെ വന്നത്? നീ വരുത്തിയതല്ലേ. നീ വാ, വീട്ടിലേക്ക് പോ. ഇല്ല, ഞാൻ വരുന്നില്ല. നിനക്ക് എന്തൊക്കെയോ തെറ്റിദ്ധാരണകളുണ്ട്. ഇല്ല ചേച്ചി, എന്റെ ധാരണകൾ ശരിയാണ്. അല്ല, ചേട്ടൻ നിന്നോട് എന്തെങ്കിലും പറഞ്ഞെങ്കിൽ അത് അനിയൻ എന്നുള്ള നിലയില. പിന്നെ മാലതിയുമായുള്ള ബന്ധത്തെപ്പറ്റി നീ പറഞ്ഞത് അത് ശരിയല്ല. അത് സത്യമാണെന്ന് കരുതേണ്ടത് അദ്ദേഹത്തിന്റെ ഭാര്യയായ ഞാനല്ലേ. നിന്റെ ചേട്ടനെ മറ്റാരെക്കാളും കൂടുതൽ അറിയാവുന്നത് എനിക്കാണ്. അദ്ദേഹം അങ്ങനെ ഒരു തെറ്റ് ഒരിക്കലും ചെയ്യില്ല. എന്തോ എനിക്കറിഞ്ഞൂടാ. ഇങ്ങനെയൊക്കെ വിശ്വസിച്ചാലേ ചേച്ചിക്ക് ജീവിക്കാൻ കഴിയൂ. അത് എന്റെ മാത്രം പ്രശ്നമല്ലേ. അങ്ങനെ ഒരു കാര്യത്തിൽ നീ അദ്ദേഹത്തെ കുറിച്ച് വിഷമിക്കണമെന്നില്ല. ആ, നീ വാ, വീട്ടിലേക്ക് പോ. ഞാൻ വരുന്നില്ല. എനിക്കിനി ചേട്ടനുമായി പൊരുത്തപ്പെട്ടു പോവാൻ കഴിയില്ല. നിനക്ക് നിന്റെ ചേട്ടനുമായി പൊരുത്തപ്പെടാൻ കഴിയുന്നില്ലെങ്കിൽ മറ്റാരുമായി പൊരുത്തപ്പെടാനും കഴിയില്ല. ഇപ്പൊ നിനക്കത് മനസ്സിലായില്ലെങ്കിലും കാലം തെളിയിക്കും. വാ മോളെ. ഇല്ല മമ്മി, ഞാൻ വരുന്നില്ല. ഞാൻ കൊച്ചിച്ചന്റെ കൂടെ നിന്നോളാം. ചേച്ചി പൊയ്ക്കോളൂ, ഇതിലൂടെ നിൽക്കട്ടെ. മമ്മി പോയിക്കോ.